നമസ്കാരം എല്ലാവർക്കും. ഇപ്പോഴത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാൻ എവിടെയൊക്കെ ധർമ്മങ്ങളെ രക്ഷിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ രക്ഷിക്കുന്നുണ്ട് എന്ന് അതിൽ ചില ഉദാഹരണങ്ങളാണ്. ഇത് ഭാഗവതത്തിൽ മഹാഭാരതത്തിലോ കണ്ടുവെന്നും വരില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, അതിന് മറുപടി ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. ശ്രീകൃഷ്ണ ഭഗവാൻ കംസനെ കൊന്നു, ശിശുപാലനെ കൊന്നു, അങ്ങനെ പല അസുരന്മാരെയും കൊല്ലുകയുണ്ടായി. പക്ഷേ അവരുടെ വംശങ്ങളെ മുഴുവൻ അദ്ദേഹം നശിപ്പിച്ചോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇല്ല പറയുന്നില്ല. പക്ഷേ അധികവും അവരെയും അവരുടെ അതുപോലെ പ്രവർത്തിക്കുന്ന 2-3 പരമ്പരകളെയും നശിപ്പിച്ചു എന്ന് വരാം. പക്ഷേ രാക്ഷസന്മാരെ മുഴുക്ക അദ്ദേഹം കൊന്നില്ല. കൊന്നിട്ടുണ്ടോ? ഇല്ല. ഒരവസരത്തിൽ ചെയ്തിട്ടുണ്ടായി. ഇപ്പോൾ അസുരന്മാർ യുദ്ധസമയത്ത് അസുരന്മാരിങ്ങനെ ചത്തുപോവുക, രാക്ഷസന്മാർ ചത്തുപോവുക. അപ്പോൾ ശുക്രാചാര്യർ വന്ന് അവരെയൊക്കെ മൃതസഞ്ജീവിനി മന്ത്രം പറഞ്ഞ് അവരെയൊക്കെ ജീവിപ്പിക്കും. പക്ഷേ ദേവന്മാരൊക്കെ ഇങ്ങനെ ചത്തുടങ്ങും. അങ്ങനെ വന്ന സമയത്ത് അവർ വന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് ഇത് പറഞ്ഞു, ഇങ്ങനെ ആയാൽ പറ്റില്ലല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം തൻ്റെ സുദർശന ചക്രവർത്ത് രാക്ഷസന്മാരെയൊക്കെ കുറച്ചൊക്കെ കൊന്നുകൊടുക്കി, കുറച്ച് പേരൊക്കെ പാതാളത്ത് പോയി വിളിച്ചു. അങ്ങനെ വന്ന സമയത്ത് എന്താണ്, അവിടെ ആരുമില്ലാതായി. അപ്പോൾ രാക്ഷസ രാജാവിൻ്റെ പത്നിമാർ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചു പറഞ്ഞു, ഇതിങ്ങനെ ആയാൽ ഇത് ധർമ്മമല്ലല്ലോ, ഞങ്ങൾ പത്നികളൊക്കെ വിധവകളല്ലേ, ഞങ്ങൾക്ക് കുട്ടികളൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞു. അതിനും അദ്ദേഹം ഒരു പരിഹാരം ഉണ്ടാക്കി. അത് ഞാൻ വൃത്തിയായി പിന്നെ പറയാം. ശുക്രാചാര്യർക്ക് മാത്രമേ അറിയുള്ളൂ ഈ മൃതസഞ്ജീവിനി മന്ത്രം. മൃതസഞ്ജീവിനി മന്ത്രം ശിവനെക്കുറിച്ച് തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിവൻ നൽകിയ മന്ത്രമാണ്. പക്ഷേ അവിടെ ചില കണ്ടീഷൻ ക്ലോസസ് വെച്ചിരുന്നു ശിവൻ. ഒന്നെന്താണ്, ഈ വിദ്യ നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്, ഉപദേശിക്കരുത്. രണ്ടാമത്, അഥവാ ഇത് ഉപദേശിച്ചാൽ ആ സമയം നിങ്ങൾ മരിച്ചു പോകും. 2. മൂന്നാമത് എന്താ വെച്ചാൽ, ഇത് നിങ്ങളാൽ ആർക്ക് ആര് കേൾക്കപ്പെടുന്നു അവർക്ക് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി നശിവും പ്രയോജനപ്പെടുത്താതെ പോകും എന്നൊരു ഇത് കൊടുത്തിട്ടാണ് ഈ വരം നൽകിയത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ദേവന്മാർ അസുരന്മാർ തന്നെ അവർ ഈശ്വരനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയ പല വരങ്ങളും ശക്തിവരങ്ങളും നോക്കി അത് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് വലുത് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ ഭൗതിക ലോകത്തും ഇത് വളരെയധികം കാണുന്നുണ്ടല്ലോ. അതുപോലെ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവർ ദേവലോകത്ത് പോയി ദേവലോകം മുഴുവൻ കീഴടക്കണം, എൻ്റെ കീഴിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോകും സ്വാമി. അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. പക്ഷെ ആ സമയത്തെല്ലാം ശുക്രാചാര്യർ അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടു. അസുരന്മാരൊക്കെ ജീവിച്ചു വന്നു, ദേവന്മാരൊക്കെ മരിച്ചും പോയി. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നു, എന്തുകൊണ്ട് മഹാവിഷ്ണു, ശ്രീകൃഷ്ണൻ, എൻ്റെ ഹൃദയകമലവാസൻ, ഗുരുവായൂരപ്പൻ എന്തുകൊണ്ട് ശുക്രാചാര്യരെ നശിപ്പിച്ചില്ല? കാരണം ശുക്രാചാര്യർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. രാക്ഷസന്മാർ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ മരിക്കുന്നവർ മരിക്കും, ഈ ഭാഗത്ത് മരിക്കും, ആ ഭാഗത്ത് മരിക്കും. പക്ഷേ അത് റൊട്ടീനായി പോകും. പക്ഷേ ഇതെങ്ങനെയല്ല, ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അയാൾ ഈ മന്ത്രം ജപിച്ച് അവർ പിന്നെയും ഉത്ഭവിക്കുകയാണ്. അപ്പോൾ ശുക്രാചാര്യരെ കൊന്നാൽ ഈ പ്രശ്നം തീരുമല്ലോ. എന്തുകൊണ്ട് അദ്ദേഹത്തെ കൊന്നില്ല? ഇത് എന്നോട് ഒരാൾ ചോദിച്ച ചോദ്യമാണ്. വളരെ പ്രസക്തമായ ചോദ്യമാണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉപദ്രവം സഹിക്കാതാവുമ്പോൾ അതിനെ മാത്രം നശിപ്പിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അതിൻ്റെ ഉത്ഭവസ്ഥാനം കൂടി നശിപ്പിക്കുകയല്ലേ കുറച്ചുകൂടി ബുദ്ധി. പക്ഷെ ഭഗവാൻ അത് ഇവിടെ ചെയ്തില്ല. എന്തുകൊണ്ടാണ്? ഒന്നാമത് ശുക്രാചാര്യർ ആചാര്യനാണ്, ഗുരുവാണ്. ഗുരുവിനെ സാധാരണ കൊല്ലില്ല ഭഗവാൻ. ഇപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല കേട്ടോ. സാധാരണ
അങ്ങനെ ഗുരുവിനെ ആരും കൊല്ലുന്ന പതിവില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവിനെ കൊല്ലാൻ പറ്റുമോ? അദ്ദേഹം പല വരങ്ങളും നൽകിയ ആളാണ്. അങ്ങനത്തെ ആളെ ശുക്രാചാര്യരെ കൊല്ലാൻ പറ്റുമോ? പറ്റില്ല. 1. 2, ഭൃഗുവിൻ്റെ പുത്രനാണ് ശുക്രാചാര്യൻ. അദ്ദേഹം ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അപ്പോൾ ജീവരഹസ്യം, ജന്മരഹസ്യം, കർമ്മരഹസ്യം രണ്ടും, ജന്മരഹസ്യം, കർമ്മരഹസ്യം, ഇത് രണ്ടും ലോകത്ത് അറിയാവുന്ന ഒരേ ഒരു ഋഷീശ്വരൻ ശുക്രാചാര്യനാണ്. ഒരൊറ്റ ആൾ, ബാക്കി ആർക്കും അറിയില്ല ഈ രഹസ്യം, ജന്മരഹസ്യം, കർമ്മരഹസ്യം. അതെന്താ ജന്മരഹസ്യം എന്ന് വെച്ചാൽ, ഒരാൾ ജനിക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്ന കാരണങ്ങൾ എന്താണ് എന്ന് ശുക്രാചാര്യർക്ക് മാത്രമേ അറിയുള്ളൂ. കർമ്മരഹസ്യം, ജനിച്ച ശേഷം അയാൾ ചെയ്യാൻ പോകുന്ന കർമ്മം എന്താണ്, അതിൻ്റെ ഫലം എന്താണ് എന്നറിയുന്നതും ശുക്രാചാര്യരുള്ളൂ. അപ്പോൾ ഇത് രണ്ടും അറിയുന്ന ആളെ കൊന്നൂടെ? അതുകൊണ്ടെന്താ ചോദിച്ചാൽ പാടില്ല. കാരണം മൂന്നാമത്തെ അതിലും പ്രധാനപ്പെട്ട, ഇപ്പം ഈ 2 പറഞ്ഞു, ഇതിനേക്കാളും വലുതാണ് മൂന്നാമത്തെ. എന്താണ്? ശുക്രാചാര്യർ ഇവരെ നശിച്ചത്, രാക്ഷസാദികൾ മരിക്കുന്നത് കണ്ട് അവരെ ജീവിച്ചില്ലായിരുന്നെങ്കിൽ ഭൂമിയുടെ ആന്തോളനം ഇല്ലാതാവും. ബാലൻസ് ഓഫ് ദ എർത്ത് ഇല്ലാതാവും. അപ്പോൾ ഭൂമി പഴയ പോലെ സമുദ്രത്തിൽ മുങ്ങിപ്പോകും. ഉണ്ടാവില്ല. ഒരു ബാലൻസ് ആവുന്ന സമയത്ത്, തുലാസാവുന്ന സമയത്ത് 2 ഭാഗത്തും ഒരേ വെയിറ്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ മുട്ടുള്ളൂ. ഒരു ഭാഗത്ത് മാത്രമാണെങ്കിൽ ആ ഭാഗം താഴും, അല്ലെങ്കിൽ ഈ ഭാഗത്താണെങ്കിലോ ഈ ഭാഗം താഴും, മറ്റേ ഭാഗം ഉയരും. ഈ ഭാഗത്താണെങ്കിൽ ഈ ഭാഗം ഉയരും, മറ്റേ ഭാഗം താഴും. ഇതല്ലേ പതിവ്. അങ്ങനെയാവുന്ന സമയത്ത് ഈ ദേവന്മാരും അസുരന്മാരും ഇല്ലായിരുന്നെങ്കിൽ, അസുരന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയാൽ ഈ ഭാഗം ഒന്നായിട്ട് താഴും. ഭൂമി നിൽക്കുന്ന ഈ 2 തുല്യമായിട്ടുള്ളത് കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഭൂമി സമുദ്രത്തിൽ വീഴും. അപ്പോൾ ഈ പറഞ്ഞ കഥകളൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരും. ഇത് ഭഗവാനറിയാം, ഇത് സാക്ഷാൽ ഭഗവാനറിയാം. അയാൾ നമ്മളെ സൃഷ്ടിച്ച ആളാണ്, രക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് അറിയാതിരിക്കില്ല, നമുക്കറിയില്ല. അതുകൊണ്ടാണ് ശുക്രാചാര്യരെ അദ്ദേഹം കൊല്ലാത്തത്. ജീവരഹസ്യവും ഈ 2 രഹസ്യങ്ങളും അറിയുന്ന ആളും ഭൂമിയുടെ ആന്തോളനം, അദ്ദേഹം ഇവരെ ജീവിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഭൂമിയുടെ ആന്തോളനം ബാലൻസ് പോവും എന്നുള്ളത് മഹാവിഷ്ണുവിന്, സാക്ഷാൽ കൃഷ്ണന്, നിങ്ങളുടെ ഗുരുവായൂരപ്പന്, എൻ്റെ ഗുരുവായൂരപ്പന്, എൻ്റെ ഹൃദയകമലവാസന് ഇതറിയാം. അതുകൊണ്ട് അദ്ദേഹം ശുക്രാചാര്യരെ കൊന്നില്ല. വ്യക്തമായല്ലോ, വളരെ വ്യക്തമായില്ലേ? അപ്പോൾ രാക്ഷസാദികളെ മുഴുവൻ ഭഗവാൻ ജീവിപ്പിക്കാത്ത കാരണം അതും ഇത് തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിന് അറിയുന്ന ആ കർമ്മം ഇദ്ദേഹം ചെയ്തോളും. അപ്പോൾ അവിടെയും ധർമ്മം ജയിച്ചു. എന്തുകൊണ്ട്? എല്ലാ രാക്ഷസന്മാരെയും കൊല്ലുന്ന ധർമ്മമാണോ? അധർമ്മമല്ലേ അവിടെ? എല്ലാ രാക്ഷസന്മാരും കൊല്ലുന്നു, ഇവരെ മാത്രം ജീവിപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഇവർ കുറ്റം ചെയ്യാത്തവരാണ്. ദേവേന്ദ്രൻ പറഞ്ഞത് മഹാകുനിഷ്ഠനാണ്, ആരും നന്നാവുന്ന അയാൾക്ക് കണ്ടുകൂടാ. മഹർഷിമാർ, ഋഷിമാർ, രാജാക്കന്മാരൊക്കെ തപസ് ചെയ്യുന്നത് അത് മുടക്കാൻ എന്തൊക്കെ വഴിയുണ്ടോ അതൊക്കെ നോക്കിയിട്ടുണ്ട് എല്ലാത്തിലും. അപ്പോൾ അങ്ങനത്തെ ആളെ മാത്രം ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അധർമ്മമല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഈ ധർമ്മം കൃഷ്ണൻ ചെയ്തത്. ഇവിടെയും അദ്ദേഹം ധർമ്മം തന്നെ ചെയ്ത്, അധർമ്മമല്ല. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇവിടെയും അദ്ദേഹം ധർമ്മം തന്നെയാണ് ചെയ്തിരുന്നത്, അധർമ്മം ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുണ്ടായി, ശ്രീകൃഷ്ണ ഭഗവാൻ അധർമ്മം എവിടെയും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന അതിന് ഉദാഹരണമായിട്ട് ഇത് ഞാൻ പറഞ്ഞു. ഇനി വേറൊന്ന് ഞാൻ പറയുണ്ടായി, ശ്രീകൃഷ്ണൻ, അതായത് ഗുരുവായൂരപ്പൻ, ഭഗവാൻ, എല്ലാവരും ആയിക്കോട്ടെ, ശിവൻ, എല്ലാവരും ആയിക്കോട്ടെ, അവരെപ്പോഴും ഭക്തന്മാരുടെ കൂടെ നിൽക്കുള്ളൂ. ഭക്തന്മാർക്ക് അടിമയാണ് അവർക്ക് നമ്മളെ അടിമയല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, മഹാഭാരതത്തിൽ അദ്ദേഹം എന്താ സത്യം ചെയ്തു കൊടുക്കുന്ന? യുദ്ധക്കളത്തിൽ ഞാൻ ആയുധമെടുക്കില്ല
എന്തു വന്നാലും ആയുധമെടുക്കില്ല, ഞാൻ തേരാളിയായിരിക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ എല്ലാ പടയാളികളും കൗരവസേനയ്ക്ക് കൊടുക്കും, പക്ഷേ ഞാൻ പാണ്ഡവസേനയുടെ അർജുനൻ്റെ തേരാളിയായി നിൽക്കും, ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞ ഭഗവാൻ രണ്ടവസരത്തിൽ ആയുധമെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അധർമ്മമല്ലേ? ആണോ അല്ലയോ? അതെ. അപ്പോൾ അത് വിട്ടുതള്ളുക. ഭഗവാൻ, ഞാൻ പറഞ്ഞ എന്താണ്, ഭഗവാൻ ഭക്തരുടെ അടിമയാണ്. അവിടെ അധർമ്മത്തിന് അദ്ദേഹം നോക്കില്ല. ഭക്തൻ വിളിച്ചു കഴിഞ്ഞാൽ, ശരിയായ ഭക്തൻ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ പോവും. ഇനി ഇവിടെ എന്താ ചെയ്ത്? ജയദ്രഥനെ കൊല്ലാൻ അദ്ദേഹം എന്ത് ചെയ്തു? അർജുൻ എന്താ പറഞ്ഞ, ഈ സന്ധ്യയായി സൂര്യാസ്തമനത്തിന് മുമ്പ് ജയദ്രഥനെ ഞാൻ കൊല്ലും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ജയദ്രഥൻ അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല. അപ്പോൾ എല്ലാവരും കൂടെ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വളഞ്ഞു വന്നു. അർജുനൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, ആളെ കാണുന്നില്ല. കണ്ടല്ലേ അടിക്കാൻ പറ്റുള്ളൂ, കാണുന്നില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? സുദർശന ചക്രം എടുത്തിട്ട് മറച്ചു, സൂര്യനെ മറച്ചു. ആയുധം എടുത്തില്ലേ? അവിടെ ആയുധം എടുക്കില്ല പറഞ്ഞ് സത്യം ചെയ്തവൻ ആയുധം എടുത്തു. എന്തുകൊണ്ട്? ഒന്ന്, ധർമ്മം ജയിക്കണം, ഒന്നാമത്തെ ഫസ്റ്റ്. രണ്ടാമത്തെ, അർജുനൻ ഭക്തനാണ്, ഭക്തൻ അടിമയാണ്, അയാളെ രക്ഷിച്ചേ പറ്റൂ. അതിനുവേണ്ടി കാർമേഘങ്ങളെ മറച്ചു. അപ്പോൾ ഇവരൊക്കെ എന്ത് വിചാരിച്ചു? ഓ, സന്ധ്യയായി കഴിഞ്ഞു, യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചു. എല്ലാവരും മടങ്ങാൻ തുടങ്ങി. എല്ലാവരും ജയദ്രഥനെ വളഞ്ഞവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ആ സമയത്ത് പിൻവലിച്ചു. അപ്പം എന്താ, സൂര്യൻ ആദ്യം വന്നു. സൂര്യൻ ഇരുട്ടായിട്ടില്ല, സന്ധ്യ ആയിട്ടുണ്ടോ, ആസ്തമനമായിട്ടില്ല. അട്ടിക്ക് ഇത് തന്നെ ഉത്തരം പറഞ്ഞ് കാട്ടിക്കൊടുത്തു, കൊന്നു. ജയദ്രഥനെ അങ്ങനെ കൊന്നു. രണ്ടാമത്തത്, ഒരവസരത്തിൽ ഭീഷ്മരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അർജുനൻ തോൽക്കും, മരിക്കും എന്നുള്ള അവസ്ഥ വരയ്ക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം എന്താ ചെയ്ത് അദ്ദേഹം? ഉടനെ സുദർശന ചക്രം കയ്യിലെടുത്തു. എടുത്ത സമയത്ത് പക്ഷേ അത് ഉപയോഗിച്ചില്ല. എടുത്തു എന്ന് മാത്രം. എടുത്തത് തന്നെ തെറ്റാണ്. ഞാൻ ആയുധം എടുക്കില്ല പറഞ്ഞ് സത്യം ചെയ്ത ആളാണ് ഇവിടെ ആയുധം എടുക്കുന്നത്, അല്ലേ? പക്ഷെ അവിടെയും ധർമ്മമാണ് ജയിച്ചത്. അവിടെ നിങ്ങൾ ആയിക്കണം. എന്തുകൊണ്ട് ധർമ്മം ജയിച്ചു? ഭക്തനാണ് അവിടെ. ആരെ? ഭീഷ്മാചാര്യൻ ഗുരുവായൂരപ്പൻ്റെ, കൃഷ്ണൻ്റെ ഭക്തനാണ്. ഭക്തൻ വിളിച്ചാൽ പോയേ പറ്റൂ. അപ്പോൾ ഭക്തനാ പറയണമെന്ന്, എന്നെക്കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കുന്നു ഒരിക്കൽ പറഞ്ഞു. അപ്പോൾ അയാളെ ഭീഷ്മാചാര്യർ പറഞ്ഞു, യുദ്ധക്കളത്തിൽ നിങ്ങളെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിനെ രക്ഷിക്കേണ്ട കടമ കൂടിയും കൃഷ്ണനുണ്ട്, ഇല്ലേ? കാരണം അദ്ദേഹം ഭക്തനാണ്. ഭക്തൻ്റെ തൻ്റെ വാക്ക് തെറ്റായി പോയാലും അയാൾ പറഞ്ഞ വാക്കിനെ രക്ഷിക്കണം. അതാണ് അവിടുത്തെ ലക്ഷ്യം. അതുകൊണ്ട് ആയുധമെടുത്തു. അപ്പോൾ ധർമ്മം ചെയ്ത്, ധർമ്മം തന്നെ അവിടെയും ചെയ്തത്. അധർമ്മം ചെയ്തില്ലേ അദ്ദേഹം. ഞാൻ പിന്നെയും പറഞ്ഞു, എൻ്റെ എക്സ്പ്ലനേഷനിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരുന്ന ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ കൃഷ്ണഭഗവാൻ എവിടെയും അധർമ്മം ചെയ്തിട്ടില്ല. ഒരു രാക്ഷസന്മാരെ കൊല്ലുന്ന സമയത്തും അവസരം നൽകുക. നമുക്ക് നോക്കൂ, ശിശുപാലിനെ അദ്ദേഹം കൊന്നു, ഇല്ലേ? അതും സുദർശന ചക്രം വെച്ചാൽ അവിടെ അദ്ദേഹം നീതി പാലിച്ചില്ലേ? എന്താ നീതി പാലിച്ച? കൊന്നു കഴിഞ്ഞാൽ എന്താ നീതി പാലിക്കുക? അല്ല, നീതി പാലിച്ചു. അദ്ദേഹം പറഞ്ഞത് 99 അപരാധങ്ങൾ ഞാൻ പൊറുക്കും. അവിടെയും ചാൻസ് കൊടുത്തു അയാൾ. ആ 100ാമത്തെ പറഞ്ഞില്ലെങ്കിൽ അയാൾ രക്ഷപ്പെട്ടെന്നെ, അല്ലേ? അവിടെയും ധർമ്മം തന്നെയാണ് ചെയ്തത്. അധർമ്മം അദ്ദേഹം ചെയ്തില്ല. അവിടെയും ധർമ്മം തന്നെ. ഇങ്ങനെ മഹാഭാരതം നോക്കിയാലും, ഗീത നോക്കിയാലും, ഭാഗവതം നോക്കിയാലും, നാരായണി നോക്കിയാലും, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഭഗവാൻ ധർമ്മം വഴിക്കേ ചെയ്തു. അതാണ് ധർമ്മോ രക്ഷത്തെ രക്ഷിതാവണം പറഞ്ഞ പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനായത്തായ അസംഭവാമി യോഗി. അധർമ്മം എവിടെയൊക്കെ വരുന്നുണ്ടോ
ധർമ്മത്തെ ജയിപ്പിക്കാൻ ഞാൻ അവിടെ വരുമെന്ന് പറയുന്നതിന് കാരണം അതാണ് അവിടുത്തെ സത്യം. ഇത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഒരുപാട് സമയം നീളുന്നു. നിങ്ങളുടെയൊക്കെ വിലപിടിച്ച സമയമാണ് ഞാൻ കഴിക്കുന്നത്. പക്ഷെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നീണ്ടു പോകണു. അതുകൊണ്ട് എല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കുക, അനലൈസ്, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്ര വേഗം മനസ്സിലാവുന്ന കഥകളല്ല. അതുകൊണ്ട് അനലൈസ്. എന്നെ അനുഗ്രഹിക്കുക, ഞങ്ങളെ അനുഗ്രഹിക്കുക, ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലോകം മുഴുക്കെ പരക്കാൻ ഞാൻ വീണ്ടും 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 എല്ലാവരോടും അപേക്ഷിക്കുന്ന ലോകം മുഴുക്കെ, ലോകത്തിൻ്റെ നോക്ക് കോർണർ ഓഫ് ദ വേൾഡ് നാരായണീയവും രാമായണവും ഭാഗവതവും എല്ലാം പരത്താനൊരു നിമിത്തമായി നിങ്ങളാകണം. അതിന് ഈശ്വരനെ പ്രാർത്ഥിക്കുക. അതിന് അറിയണമെന്നില്ല, അറിവുകൊണ്ട് പരത്തണമെന്നില്ല. നാരായണ എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ 4 പേര് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് മാത്രമല്ല ആ 4 പേർക്കും കിട്ടും, ആ പ്രദേശം മുഴുവൻ കിട്ടും. ഇത് സത്യമാണ്, ഞാൻ പറഞ്ഞ സത്യമാണ്. നമസ്കാരം, നന്ദി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ധർമ്മോ രക്ഷത രക്ഷിതക, ധർമ്മോ രക്ഷത രക്ഷിതക. ഇത് കഴിഞ്ഞ ഉടനെ എൻ്റെ ഭാര്യ അത് പറയും. നിങ്ങൾ കേൾക്കുക, രസിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.